ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ കിടന്ന കുറേ നല്ല മെമ്മറീസ് എല്ലാം കൂടെ കൂട്ടി ഇണക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, 62 നിന്ന് മേളിലോട്ട് പോകുന്നില്ല 2 ദിവസമായിട്ട്. പ്ലീസ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഇത് കാണണം. ഈ നല്ല കുറേ മെമ്മറീസാണ്. ഇത് ഞങ്ങൾ 2025 നല്ല ന്യൂ ഇയർ സെലിബ്രേഷൻ എടുത്തതും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ വേറെ പോയപ്പോൾ എടുത്തതും ഒക്കെയാണ്. ഇത് അന്ന് അവിടെ കണ്ട കുറേ ആക്ടിവിറ്റിയാണ് ഞങ്ങൾ പോയപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാത്തിലും ഞാൻ വലിയ കയറി, അത് വേറെ കാര്യം. വേറെ ആർക്കും കയറാൻ വയ്യ, എല്ലാവർക്കും പേടി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കയറാം. എല്ലാവരും എന്നെ വെല്ലുവിളിച്ച് നീ കയറണ്ടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എല്ലാത്തിലും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞാനങ്ങ് കയറാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓരോന്നിലായിട്ട് കയറി തുടങ്ങി. എൻ്റെ തൊട്ട് പുറകിന് സോനുണ്ട്. അവനാണെങ്കിൽ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം നിൽക്കുക. അങ്ങനെ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സക്സസ്ഫുള്ളി ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മീനിന് തീറ്റ കൊടുക്കാൻ പോയി. എന്തുമാത്രം മീനാണെന്നറിയാം, കളറായിട്ട് നല്ല വലുപ്പത്തിൽ നല്ല മുട്ട മീനുകൾ. ഞങ്ങളെല്ലാവരും അവിടെ പൊരി പോലത്തെ സാധനം കിട്ടുമായിരുന്നു, അത് വാങ്ങിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഇടാൻ തുടങ്ങി. ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു, ഇഷ്ടം പോലെ. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു എല്ലാവരുമായിട്ട് പോകാൻ വേണ്ടി. പക്ഷേ ഇത് തെന്മല അവിടുത്തെ ഫോറസ്റ്റ് ഏരിയയിലോട്ട് പോകാനുള്ള വണ്ടിയാണ്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെയാണ് അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ളവരെല്ലാവരും ഉണ്ട് കൂടെ. അപ്പോൾ പിന്നെ ഇത് ഞങ്ങൾ വണ്ടി പിടിച്ച് പോയ ആ വണ്ടിയാണ്. തിരിച്ച് വരാൻ നേരത്ത് പാട്ടൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ടാണ് വന്നത്. അങ്ങോട്ട് പോകാൻ നേരത്തെ ഇതുപോലെ തന്നെ നല്ല പാട്ടൊക്കെ കേട്ട് പോയി. അടുത്തൊരു ഇതായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയ ഒരു പാർട്ട്. ഭയങ്കര പാടായിരുന്നു ഇതിനകത്ത് കയറി വരാൻ വേണ്ടി. കാല് ഇച്ചിരി അങ്ങോട്ടും പോയാൽ നമ്മൾ ആ കുഴിക്കകത്ത് വീണാൽ നമ്മൾ രണ്ട് കാലും കിടക്കുന്നത് മീശമാധവനെ കാൽമാധവൻ പിടിക്കുന്ന ആ സീൻ ആണ് എനിക്ക് ആ ഓർമ്മ വന്നത്. കാല് രണ്ടതിനകത്ത് വീണ അങ്ങനെ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് പുറകിൽ നിന്ന് അവൻ എന്നെ കുറേ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ആ സോനു. അവൻ എൻ്റെ മണ്ടയ്ക്കൂടെ കയറി വന്നു. പുറകിന് മാരിയപ്പണം വരുന്നുണ്ട്, ഉമേഷ് എന്നാണ് പേര്, അണ്ണനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്തതാണ്. രമേശ് ഏട്ടൻ്റെ കടയിൽ നിന്നാണോ ഈ ഡ്രസ്സ് വാങ്ങിച്ചത് എന്നൊരു വീഡിയോ ആ സമയത്തൊക്കെ ട്രെൻഡായിരുന്നില്ലേ. ആ വീഡിയോ ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്ത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. പക്ഷേ ഈ പാട്ടൊക്കെ എനിക്ക് ഇടണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, ഈ പാട്ടിട്ടാൽ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പാട്ട് മാറ്റിയിട്ട് വോയിസ് ഓവർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ നല്ല സൂപ്പർ വൈബായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് എന്ത് രസമായിരുന്നു. ഇനി എന്നാണോ ഇങ്ങനൊരു യാത്രയൊക്കെ പോകാൻ പറ്റുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അനുവിനും ജാനു പാനു അവർക്കാർക്കും ഓർമ്മയൊന്നും കാണത്തില്ല. പക്ഷേ ബാക്കി എല്ലാവർക്കും ഓർമ്മ കാണും. അവർക്ക് കുഞ്ഞുങ്ങളായിരുന്നു, അതുകൊണ്ട് അവർക്ക് എന്തിങ്ങനെ പോയതോ ഒന്നും ഓർമ്മ കാണത്തില്ല. പക്ഷേ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അത്രയ്ക്ക് നല്ലൊരു യാത്രയായിരുന്നു ഇത്, ഒരിക്കലും മറക്കാത്ത യാത്ര. നല്ല പാട്ടൊക്കെ വെച്ച് ഡാൻസും ചെയ്തൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ വൈബടിച്ചാണ് പോയത്. എല്ലാവരുമായിട്ട് ഡാൻസും ചെയ്ത് സൂപ്പറായിരുന്നു. പിള്ളേരൊക്കെ വേറെ വൈബ് ആയിരുന്നു. അന്നൊന്നും അനുവിനും അവർക്കാർക്കും ഒന്നും ഓർമ്മ കാണത്തില്ലല്ലോ, പക്ഷെ ഞങ്ങൾക്കത് നല്ല ഓർമ്മയുണ്ടായിരുന്നു. നല്ലൊരു സൂപ്പർ ഒരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവുക. ഇപ്പം ഞങ്ങൾ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ച്, പാർക്കിലല്ല ബീച്ചിലോട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. അവിടെ പിള്ളേരെ കളിപ്പിക്കുന്ന സ്ഥലത്ത് പാർക്കിലോട്ട് പോയിട്ട് അവിടെ കുറേ നേരം പിള്ളേരെയൊക്കെ കളിപ്പിച്ച് അങ്ങനെ സൂപ്പറായിരുന്നു, നല്ല രസമായിരുന്നു. ഞങ്ങൾ കഴിച്ച ഫുഡും എല്ലാം നല്ലതായിരുന്നു. എവിടെ കയറിയാലും ഞങ്ങൾക്ക് എന്തായാലും ദൈവം സഹായിച്ച എല്ലാം രാവിലത്തെ ഞങ്ങൾ കൊണ്ടുപോയി കഴിച്ച്, ഉച്ചയ്ക്കത്തതും ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ച്, രാത്രിലത്തെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. നല്ലൊരു ട്രിപ്പായിരുന്നു. ഇത് കണ്ടില്ലേ, പാർക്കിൽ പോയ സീനാണിത്. പാർക്കിൽ നല്ല ഈ ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു. എല്ലാവരെയും കയറ്റി ഊഞ്ഞാലും അടിച്ച് ബാനമ്മ കിടന്ന് ആടുന്നു, സുഖമായിട്ട് കിടക്കുന്നു. അനുവിനെ ഞാൻ അവിടെ ഇരുത്തി. പിന്നെ ചരുമ്മയുണ്ട്. ബാനു കുഴഞ്ഞ് രാജകുമാരിയെ പോലെ കിടക്കുകയാണെന്നാണ് പറയുന്നത്. ജാനു നല്ല ചിരിച്ച് കളിച്ച് ഇങ്ങനെ നടക്കുക. അനു
എന്താണെന്നറിയാതിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് പാർക്കിൽ നിന്ന് അടുത്തടുത്തോട്ട് പോയി. അവിടുന്ന് പാർക്കിലോട്ട് വേറെ പാർക്കിൽ പോയി. അങ്ങനെ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പാർക്കിലൊക്കെ കയറി ഇറങ്ങി. അടുത്ത ഊഞ്ഞാൽ ഉണ്ട്, ജാനുണ്ട്, ബാനുണ്ട്, ചാരുണ്ട്. ഇവർ മൂന്നുമായിരുന്നെന്ന് തോന്നുന്നു സെറ്റായിട്ടിരുന്നത്. ബാക്കി എല്ലാവരും അവർ വേറെ ട്രെയിൻ അതും ഇതിലൊക്കെ കയറിയായിരുന്നു. പക്ഷേ ഇവളുമാർ മൂന്നുപേരും ഒരുമിച്ചായിരുന്നു. ബാക്കി എല്ലാവരും ഇച്ചിരി കൂടെ വലിയ പിള്ളേരല്ലേ. ബാക്കി എല്ലാവരും ജാനമ്മയില്ല, ജാനമ്മ അവളുടെ അമ്മയുടെ മടിയിൽ നിന്ന് മാറത്തതേ ഇല്ലായിരുന്നു. അങ്ങനെ കുറേ നല്ല മെമ്മറീസുള്ള ഒരു ദിവസം ആയിരുന്നു. ഇഷ്ടം പോലെ കുറേ മെമ്മറീസ് കളക്ട് ചെയ്യാൻ പറ്റി. അതിലൊരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെയും തിരിച്ച് വണ്ടിയിൽ കയറി പാട്ടും പാടി ഡാൻസും കളിച്ച് അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മെമ്മറീസൊക്കെ കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്